പോണോഗ്രഫി അഥവാ അശ്ലീല ചിത്രങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണിത്. പോണോഗ്രഫിക് ആയിട്ടുള്ള ഈ ഒരു കൾച്ചറിൽ ഇതിനെ എസ്കേപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല സർവേകളിലും നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു വസ്തുത, ഒരു ശരാശരി യുവാവ് ആദ്യമായി ഫോൺ കാണുന്നത് അവന്റെ പ്രീ ടീൻസിലാണ്, അതായത് 13 വയസ്സിന് മുൻപെയാണ്. അത്രയധികം കുട്ടികൾ ഫോണിനോട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ ആപ്പുകളും കുട്ടികൾക്ക് ടാർഗറ്റഡ് ആയിട്ട് പോണോഗ്രാഫി കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയം ഇന്ന് വളരെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് യുവാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടന്നു ചെല്ലാം. പോണോഗ്രഫി ഒരുപാട് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കിട്ടും. പോണോഗ്രഫി ശരിയോ തെറ്റോ, അതിന്റെ ഒരു മോറൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇൻഡസ്ട്രി എന്ന് പറയാനുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു ഇൻഡസ്ട്രീസ് പോലെ ഇതും അങ്ങനെ തന്നെ, പക്ഷേ ഇത് ഇറ്റ്സ് എ ചോയ്സ്. കാരണം അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമാജിൻ ആണ് കാണുന്നവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിന്തയുടെ ഇതുപോലെ അത് കാണുന്നതുകൊണ്ട് തന്നെ അപകടമൊന്നുമില്ല. എല്ലാരും കാണുമ്പോൾ ആ ഒരു കണ്ണോടെ കൂടെ കാണാൻ വേണ്ടിയിട്ട് കാരണമാകും. ഇത് ഓവർ ആവുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പലതും തോന്നുന്നത്. പലരോടും ഓവർ ആവരുത്, അതിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ബിലോ 18 ഒക്കെ ആണെങ്കിൽ അത് വളരെ പ്രശ്നമായിട്ട് മാറും. അഡിക്ഷൻ അതുപോലെ മിസ്ലീഡിങ് ഒക്കെ ഉണ്ട്. ഒരുപാട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരാണെങ്കിലും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല പലപ്പോഴും പലർക്കും കിട്ടുന്നത്. കൺസെന്റോടെ അത് പോൺ വീഡിയോസ് ഷൂട്ട് ചെയ്യും, കൺസെന്റോടെ താല്പര്യത്തോടെ കാണുന്നവർ കണ്ടോട്ടെ. പക്ഷെ ഒരു പരിധി കൂടുതൽ അഡിക്ഷൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി നോക്കും. എനിക്ക് ഫങ്ഷനലി ഓക്കെ ആയിട്ടുള്ള രീതിയിൽ ഞാൻ അതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പം കൊള്ളായിരിക്കും. എന്ന് പറഞ്ഞാലും സെക്ഷലി ഒരു പ്ലഷറും കിട്ടാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്കും പോകാത്ത ഒരാൾക്ക് പ്രൈമറി ഇൻഫർമേഷൻസ് ചിലപ്പം ഇങ്ങനത്തെ വീഡിയോസിൽ കൂടെ കിട്ടിയേക്കാം. അറ്റ് ദ സെയിം ടൈം അത് മിസ്ലീഡിങ് ആകാം. പക്വതയില്ലാത്ത ഒരു പ്രായത്തിൽ ഇത് കണ്ടു തുടങ്ങുന്നവർക്ക് ഇതിൽ എന്താണ് ശരി, ഇത് മിസ്ലീഡിങ് ആണ് അല്ലെങ്കിൽ ഇത് ഓവർ റേറ്റഡ് ആണ് എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവരിത് കാണുന്നു, ഇതിലങ്ങ് അഡിക്റ്റഡ് ആയി പോവാണ്. നമ്മളിത് കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ പാർട്ട്ണറായിട്ട് നമുക്ക് ചിലപ്പോൾ അതങ്ങനെ അടുത്ത് പോകാൻ പറ്റിയെന്നിരിക്കില്ല. കൂടുതൽ അഡിക്റ്റായി പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പിന്നെ ഭാവി കാലത്തിലേക്കും അത് വളരെയധികം എഫക്റ്റ് ആവും തോന്നുന്നു. ഓരോന്നും കാണാനുള്ളത് കൊണ്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. ആസ്വാദനം ഒരു കലയാണല്ലോ. അപ്പോ എല്ലാത്തിലും ഒരു കലയുണ്ട്, എല്ലാത്തിലും ഒരു ആസ്വാദനയുണ്ട്. ഇപ്പൊ നീല ചിത്രത്തിന് നീല ചിത്രവും വേണം, നല്ല ചിത്രത്തിന് നല്ല ചിത്രവും വേണം. എല്ലാത്തിലും കലയുണ്ട്, എല്ലാം ആസ്വദിക്കണം. അത് അഡിക്റ്റ് ആവാണ്ടിരുന്നാൽ മതി. നമ്മൾ വേറെ ആൾക്കാരുടെ ഇത് കണ്ട് അങ്ങനെ ഒരു പ്ലഷർ കിട്ടാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മളെ തന്നെ ഒരു കൺട്രോൾ ഇല്ലാണ്ടായി പോവും. ലൈക്ക് നമ്മളെല്ലാത്തിനും പിന്നെ അങ്ങനെ കാണാനുള്ള ഒരു ടെൻഡൻസി വരും നമുക്ക്. ഒരു റിലേഷൻഷിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴും ഒരു ഫോൺ വാച്ച് ചെയ്യുന്ന ആളാണ് അയാളുടെ ഫീലിങ്സ് വാച്ച് ചെയ്യുന്ന മൂവിയിലോ അതിലെ ക്യാരക്ടേഴ്സിനോടായിരിക്കും കൂടുതൽ അഫിലിയേറ്റ് ചെയ്യുന്നത്. അത് ടെക്നിക്കലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു ചീറ്റിംഗ് എന്ന് വേണേൽ പറയാം. അതുമാത്രമല്ല, പിന്നെ ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സീരിയസ് മാറ്ററാണ്. അത് കൂടിക്കഴിഞ്ഞാൽ വേറെ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാത്ത ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത തീംസ് റിലേറ്റ് ചെയ്ത വീഡിയോസൊക്കെ കാണാം. എസ്പെഷ്യലി ചൈൽഡ് പോൺ ഒക്കെ, അതൊക്കെ ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. സോ ഐ സേ നോ ടു പോൺ. സർ, പോണോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പല കുട്ടികളും അതിനെ വിവക്ഷിക്കുന്നത് തന്നെ. അതിനെ ഒന്ന് വിശകലനം ചെയ്ത് അതിൻ്റെ തെറ്റിനെയും ദൂഷ്യവശങ്ങളെയും കുറിച്ച് സാർ ഒന്ന് പഠിപ്പിച്ചു തരാം. തീർച്ചയായിട്ടും നമ്മൾ ഈ കണ്ട വീഡിയോയിൽ പലരും ഒരു മിക്സ്ഡ് അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ വെച്ചൊരു കാഴ്ചപ്പാട് വെച്ചുള്ള ഒരു ആശയമല്ല. എന്തൊക്കെയോ ഓക്കെ, ശരിയുമാകാം തെറ്റുമാകാം, അഡിക്ഷൻ ആകാതിരുന്നാൽ മതി, കുറച്ച് അത് വേണം ഇതും വേണം. അപ്പം ഇങ്ങനെ ഒരു എങ്ങും എത്താത്ത ഒരു അവസ്ഥയിലാണ് അവരുടെ ഉത്തരങ്ങൾ നൽകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ എപ്പിസോഡിലും തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലും വളരെ വ്യക്തമായിട്ട് ഇതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് ആദ്യം നമുക്കിതിൻ്റെ വരാഴികൾ എന്തൊക്കെയാണ്, നമ്മളിതിൻ്റെ മൊറാലിറ്റിയിലേക്കും സ്പിരിച്വാലിറ്റിയിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ശാരീരികമായിട്ട് സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ എന്തൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് വരുത്താൻ പറ്റുന്ന ആപത്തുകൾ, അതിൻ്റെ ബാഡ് എഫക്ട്സ്, അത് നമ്മൾ കാണുക. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാൻ പറ്റും. ഇതിൽ നമുക്ക് കുരുങ്ങിക്കിടക്കുകയാണ്, അഡിക്ഷൻ ആയിട്ടുണ്ട് എങ്കിൽ എങ്ങനെ നമുക്കിതിൽ നിന്നും പുറത്തു വരാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമേ തന്നെ ഇതിനെ ഇപ്പോൾ ഈ കണ്ട പിന്നെ വീഡിയോയുടെ വെളിച്ചത്തിലും ഞാൻ മറ്റ് പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തതിൻ്റെ വെളിച്ചത്തിലും നമുക്കിതിനെ ഈ കാറ്റഗറി പല കാറ്റഗറിയിൽ ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയാണ് മിനിമൈസേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു ഞാൻ ഫോൺ കാണും, പക്ഷേ വല്ലപ്പോഴും മാത്രം. അപ്പം ഞാൻ ഒരിക്കലും അതിന് അടിമയാവുകയില്ല എന്ന് അവർ തീർത്ത് പറയുക. ഇപ്പോൾ പലരോടും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലെ ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട പല ഷെയറിങ്ങും കേൾക്കുമ്പോൾ അവർ പറയുന്ന ഒരു ന്യായീകരണം ഇതാണ്, അതായത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനെ നിർത്താൻ പറ്റും, ഞാൻ ഒരിക്കലും അടിമയാവുകയില്ല, പക്ഷേ എങ്കിൽ ഞാൻ കാണും. അപ്പം ഇങ്ങനെ ഒരു കാറ്റഗറിയെ നമുക്ക് കാണാൻ പറ്റും. ഇനിയും വേറൊരു കാറ്റഗറി നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഒരു നോർമലൈസേഷൻ കാറ്റഗറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൾച്ചറിൽ ഇതെല്ലാവരും കാണുന്നു. അപ്പോൾ ഇന്നത്തെ കൾച്ചറിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സാധാരണ കാര്യം, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ സാധാരണ കാണുന്ന ഒരു സംഭവം പോലെ ഇതിനെ എടുക്കുന്ന വ്യക്തികളുണ്ട്. വളരെ ലാഘവത്വത്തോടെ എല്ലാവരും കാണുന്നു, ഞാനും കാണുന്നു. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ നോർമലൈസേഷൻ, അത് ഈ സാഹചര്യങ്ങളെ എങ്ങനെ നോർമലൈസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇതിനെ റാഷണലൈസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് പലരും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പോണോഗ്രഫി കൂടുതൽ പ്രചാരത്തിലാണെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയും. കാരണം അവർ ഫോൺ കണ്ട് സാറ്റിസ്ഫൈഡ് ആവും, പിന്നെ ഈ പറയുന്ന റേപ്പ് അല്ലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലെന്നുള്ള അല്ല, അത് കുറയും. അപ്പം ചിലർ ഞാൻ ഒരിക്കൽ യൂത്തിനോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, എല്ലാവരും ഇത് കണ്ട് അപ്പം സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ അവർ പറയുന്ന വേറൊരു ജസ്റ്റിഫിക്കേഷൻ, ഇതൊരു ബിസിനസ്സാണ്. അപ്പം ജസ്റ്റ് ലൈക്ക് എനി അതർ ബിസിനസ്, അവർക്ക് അതിൻ്റേതായ സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇതുണ്ടാക്കാൻ. അപ്പോൾ അതിൽ നമുക്ക് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഏത് ബിസിനസ്സും അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വേറൊരു കാറ്റഗറി ആളുകൾ. അപ്പം നമുക്കറിയാം ഇതെല്ലാം ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷനും റാഷണലൈസേഷനും അല്ലെങ്കിൽ അവർ ഇതിൽ തുടരാനായിട്ട് കണ്ടുപിടിക്കുന്ന എക്സ്ക്യൂസസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ജനറലി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പോണോഗ്രഫി എന്നുള്ള വാക്ക് തന്നെ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം പോണോഗ്രഫി നമ്മളതിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്, പോണോഗ്രഫി. അപ്പോൾ ഇത് പോണോഗ്രാഫീൻ എന്ന് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ പോണോഗ്രഫി എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. വേശ്യകളെക്കുറിച്ചുള്ള സാഹിത്യത്തെയാണ് ഇത് സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. വ്യഭിചാര സംബന്ധമായിട്ട് അല്ലെ വേശ്യകളുടെ ഒരു സാഹിത്യമായിട്ടാണ് ഈ പോണോഗ്രഫിയെ അന്ന് ഗ്രീക്കുകാർ ഇതിനെ സൂചിപ്പിക്കാനായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ പോണേ എന്ന വാക്കിനെ നമ്മൾ ശരിക്കും ആ ഫസ്റ്റ് പാർട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേശ്യ, തടവുകാരി എന്നൊക്കെയാണ്. അപ്പോൾ പോർണിയ എന്നതിന് വ്യഭിചാരം, അപ്പോൾ പോർണേ എന്നതിൽ നിന്നാണ് പോർണിയ ആ വാക്ക് ഉത്ഭവിക്കുന്നത്. അതിന് വ്യഭിചാരം, ലൈംഗിക അധാർമികത എന്നീ അർത്ഥങ്ങളാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, ഇതിൻ്റെ പേരുകൊണ്ട് തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ദർ ഈസ് സംതിങ് നെഗറ്റീവ്. അപ്പം ഇത് വേശ്യാവൃത്തിയും വ്യഭിചാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ആ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ട ഇതാണ്, പലപ്പോഴും തിന്മയുണ്ടാകുന്നത് വലിയ നന്മകളെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പം ശരിക്കും ദൈവം എല്ലാം സൃഷ്ടിച്ച് വളരെ മനോഹരമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, സൃഷ്ടിയുടെ ക്രൗണായിട്ട്. എന്നിട്ട് അവൻ്റെ ശരീരം, ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീരം, നമ്മൾ ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ നമ്മൾ കാണുകയുണ്ടായി,
ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് വലിയ മിസ്റ്ററീസ് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ അവിടെ നമ്മുടെ ശരീരത്തിൽ, ആണിൻ്റെ ശരീരത്തിൽ, പെണ്ണിൻ്റെ ശരീരത്തിൽ അത് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടു. എല്ലാം വളരെ മനോഹരമായിട്ട്. പക്ഷേ അവിടെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മനോഹരവും ഏറ്റവും ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളെ സദൃശ്യപ്പെടുത്തുന്നതുമായ നമ്മുടെ സെക്ഷുവാലിറ്റിയെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ വലിയ തിന്മ ഇന്ന് ലോകത്തിൽ നമ്മളെ ഏറ്റവും നല്ലതെന്ന് കരുതുന്നതിനെയാണ് നമ്മുടെ ശത്രുവായ പിശാച് അത് ട്വിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നേരെ ഇരിക്കുന്നതിനെ നേരെ തിരിച്ചു വയ്ക്കുക. അപ്പോൾ ഈ സെക്ഷൽ റെവല്യൂഷനും പോണോഗ്രഫി ആദ്യമായി ലോകത്തിൽ സ്റ്റാർട്ട്, അതായത് നമ്മുടെ കൾച്ചറിൽ സ്റ്റാർട്ട് ചെയ്തത് 1900-കളിലാണ്. 1950 ഹ്യൂ ഹെഫനർ, നിങ്ങളൊരു പക്ഷേ അറിയാം, ഹ്യൂ ഹെഫനറിൻ്റെ പ്ലേ ബോയ് മാഗസിൻ ഒക്കെ വളരെ ഹിറ്റായി 1950-കളിൽ. ഇപ്പോൾ സെക്ഷൽ റെവല്യൂഷൻ അവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിലാണ്. അപ്പോൾ ഇത് വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അന്ന് ഡിജിറ്റലിലായിരുന്നു. ഇപ്പോൾ ഇന്ന് ഡിജിറ്റൽ ആയതുകൊണ്ട് ഈ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ എല്ലാ തരത്തിലും മനുഷ്യൻ്റെ വികൃതമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഈ വലിയ നന്മയെ വികൃതമായിട്ട് കാണിച്ചുകൊണ്ട് മനുഷ്യരെ കൂടുതൽ പാപത്തിലേക്കും കൂടുതൽ തിന്മയിലേക്കും മറ്റുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, ഇതൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഇതൊരു നോർമൽ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക മെസ്സേജ് ഇതാണ്. ഇത് റിസർച്ചിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരുപാട് റിസർച്ചുകൾ ഇതിൻ്റെ പിന്നിലെ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അമേരിക്കയിലും അതുപോലെയുള്ള പല രാജ്യങ്ങളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ റിസർച്ച് ചെയ്ത് അവർ പറയുന്ന ഒരു കൺക്ലൂഷൻ ഇതാണ്: ഇത് ഡ്രഗിന് സമാനമാണ്, ആൽക്കഹോളിൽ നമ്മൾ അഡിക്റ്റ് ആകുന്നതിന് സമാനമാണ്. അതിലും ദുരന്തങ്ങൾ ഇതിലുണ്ട്, അതിലും കൂടുതൽ ദുരന്തങ്ങൾ ഇതിലുണ്ട്. അപ്പം നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ലഹരി അതെന്തുമായിക്കൊള്ളട്ടെ, ആൽക്കഹോൾ ആകാം, ഡ്രഗ്സ് ആകാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള എല്ലാ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ലഹരി പദാർത്ഥങ്ങളേക്കാളും ഈ പോണോഗ്രഫിക്ക് കൂടുതൽ ശക്തിയുണ്ട്, കൂടുതൽ അത് അഡിക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട് എന്ന് ഒട്ടേറെ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ലഹരിയുടെ അടിമത്തം ഒരാളുടെ തലച്ചോറിനെ, നമ്മുടെ ബ്രെയിനാണല്ലോ മെയിനായിട്ടുള്ളത്, ഒരാളുടെ തലച്ചോറിനെ എങ്ങനെയാണോ തകരാറിലാക്കുന്നത് അതുപോലെ തന്നെയാണ് പോൺ ആശക്തി, അതുപോലെ തന്നെയാണ് പോൺ നമ്മളിൽ ഉണ്ടാക്കുന്നതായ എഫക്ട്സ്. അപ്പം ഈ പോണോഗ്രഫി ശീലമാക്കിയ ഒരാളുടെ മനസ്സിൽ ആ ദൃശ്യങ്ങൾ മായാതെ നിൽക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എന്തെല്ലാം ചെയ്താലും അയാളുടെ തലച്ചോറിൽ, അയാളുടെ ബ്രെയിനിൽ ആനന്ദം തിരിച്ചറിയുന്ന വഴികളെ അത് മാറ്റിമറിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അഡിക്ഷനെക്കുറിച്ച്, ഇതെങ്ങനെ അഡിക്ഷനിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സർ, നമ്മൾ പൊതുവെ ആൽക്കഹോളിക്സിനെ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരുടെ ലൈഫ് എത്രത്തോളം അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകും. അതുപോലെ തന്നെ ഡ്രഗ്സിനും അടിമപ്പെട്ടവർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിൽ അവരൊരു ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഇങ്ങനെ എന്താണ് നമ്മൾ ഒരു വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എഫക്ട്സ് നമ്മൾ ശരിക്കും കാണുന്നുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് പുറമേ മനസ്സിലാക്കാൻ പറ്റുമോ? ഇതിൻ്റെ പല സിംറ്റംസ്, അതിൻ്റെ പല തരത്തിലുള്ള സിംറ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഇവർ യാഥാർത്ഥ്യത്തോട് ഒരു താല്പര്യക്കുറവായിരിക്കും, റിയാലിറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികൾ, അതായത് എപ്പോഴും ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും. അപ്പം നമ്മൾ ഫോൺ റെഗുലറായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥ ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ യുവജനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതരാണെങ്കിൽ യഥാർത്ഥ ലോകത്തിലെ ലൈംഗികതയും യഥാർത്ഥ ലോകം തന്നെയും അവർക്ക് വളരെ ബോറിംഗ് ആയിട്ട്.
അപ്പം നമ്മൾ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെയുള്ള ഒരു വൈകാരിക തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ കണ്ടല്ലോ. നമുക്ക് ഒരു സെൻഷ്വാലിറ്റി, ഒരു സെൻറ്റിമെൻറ്റാലിറ്റി നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ നമുക്ക് നാച്ചുറലായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇത് മരവിപ്പിച്ച് കളയും. അപ്പോൾ ഒന്നിനോടും ഒരു ആവേശമോ ഒന്നിനെക്കുറിച്ച് ഒരു സന്തോഷമൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, ഒരു ഡിപ്രഷൻ അവസ്ഥ എന്ന് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ്, നിസ്സംഗത, ഒരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിലെ സ്വാഭാവികമായ വൈകാരിക പ്രകടനങ്ങളിൽ പോലും അവർ സാറ്റിസ്ഫൈഡ് അല്ല. അതൊക്കെ അവർക്കൊരു വളരെ വിരസമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇവർക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഡോക്ടർ സ്ട്രൂത്തേഴ്സ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ അദ്ദേഹം പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു പ്രകൃതം ഇവരിൽ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ, ഇത് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഈ മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറയുന്ന ആളുകൾ എല്ലാവരും ഫോണിന് അഡിക്റ്റഡ് ആകണമെന്നില്ല കേട്ടോ. ഇതൊരു ജനറൽ കാറ്റഗറിയിൽ നമ്മൾ പറയുന്നതാണ്. ദർ ആർ ഓൾവേസ് എക്സെപ്ഷൻസ്. അതുപോലെ നമ്മൾ ഈ കാണുന്ന സിംറ്റംസ് മറ്റ് പല ആളുകളിലും, ഫോണുമായിട്ട് ബന്ധപ്പെടാത്ത പല ആളുകളിലും ഉണ്ടാകാം. അതുകൊണ്ടത് തെറ്റിദ്ധരിക്കരുത്. അപ്പം ഡോക്ടർ ട്രൂത്തേഴ്സ് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ പഴിക്കുന്ന ഒരു പ്രകൃതം, അതുപോലെ വെരി കൺട്രോളിങ് നേച്ചർ, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ. അപ്പോൾ എപ്പോഴും ഒരു അന്തർമുഖത, ഒരു വിഷാദം, ഒരു ആശങ്ക, ഒരു അൻസൈറ്റി, ആകാംക്ഷ എന്നിവയൊക്കെ പ്രകടിപ്പിക്കുക. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒക്കെ അവരുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ ഇതൊക്കെ അവർ കൂടുതൽ എക്സ്പ്ലിസിറ്റായിട്ട് കാണിക്കും. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക. പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആകെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അവരുടെ പഠിത്തങ്ങളൊക്കെ ഒരുപാട് താഴെ പോകും. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ, ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങളും പിന്നെ അങ്ങോട്ട് ഉണ്ടാകാൻ തുടങ്ങും. ജോലിയിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഡോക്ടർ പറയുന്നു. അതുപോലെ തന്നെ ഇവർ വളരെ സെൽഫ് റെസ്പെക്റ്റ് വളരെ കുറഞ്ഞ ആളുകളാണ്. സോ ദേ ഡോണ്ട് ഈവൻ വാണ്ട് ടു റെസ്പെക്റ്റ് അതേഴ്സ്. അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് കുറഞ്ഞ ആളുകളുടെ പ്രോബ്ലം, ദേ ഡോണ്ട് വാണ്ട് ടു റെസ്പെക്റ്റ് അതേഴ്സ്. ഈ നാർസിസ്റ്റിക് ആയി മാറുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അത് എന്താണ്, ആത്മാ ആരാധകർ. അത് ഒരു നാർസിസിസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഒരു കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു വാക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഡോക്ടർ സ്ട്രൂത്തേഴ്സ് എടുത്തു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് വയേർഡ് ഫോർ ഇൻറ്റിമസിയിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു നൈമിഷികമായ സന്തോഷാനുഭവം നൽകുന്ന ഈ ഫോൺ നീണ്ടു നിൽക്കുന്ന ഗുരുതര മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൂരിഭാഗം പുരുഷന്മാർ അവർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, സർവേകളിലെ ഇവർ പങ്കുവയ്ക്കുന്നത്, സ്ത്രീകളെ കാണുമ്പോൾ സ്വയമേ അവരിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ വളരെ വിചിത്രമാണ്. അവരുടെ ഐസ് ഒരു സ്കാനർ പോലെയാണ്. അവർ സ്ത്രീകളെ കണ്ട ആരാണെങ്കിലും സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്തിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇതിവർ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇറ്റ് കീപ്സ് ഓൺ ഗോയിങ്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിതിൻ്റെ പല തരത്തിലുള്ള പ്രതിഫലനങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇമാജിനേഷനിൽ, ഫാൻറ്റസിയിൽ ഇപ്പോൾ ആ സ്ത്രീയെ അവർ കൊണ്ടുപോവുകയാണ്. ആ സ്ത്രീയുമായിട്ട് ഈ ഫോണിൽ സ്ക്രീനിൽ കണ്ടിട്ടുള്ള സീനുകളെല്ലാം ആ സ്ത്രീയുമായിട്ട് ഇവർ ഫാൻറ്റസിയിൽ. അപ്പോൾ ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് മനുഷ്യനെ തിരിക്കുന്ന. ചില സ്ഥലങ്ങളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അമ്മയും അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പോലും ആ ഒരു സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾ ഇവരെ കുറ്റപ്പെടുത്തുകയല്ല, ഇതൊരു വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇവരെ കൊണ്ടെത്തിക്കുന്നത്.
അവരുടെ കൺട്രോളിൽ നിന്ന് ഈ സാധനം അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. കാരണം ദ ബ്രെയിൻ ഓൾറെഡി ഗോട്ട് ടോട്ടലി ചേഞ്ച്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സിസ്റ്റം തന്നെ എല്ലാം അത് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ഓൾറെഡി ദേ ലേൺഡ് എവറിത്തിങ് ത്രൂ ദ ബ്രെയിൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ വലിയ ദൂഷ്യഫലങ്ങൾ. പ്രത്യേകിച്ച് വിവാഹിതരാണെങ്കിൽ ജീവിത പങ്കാളിയെ അവരുമായിട്ടുള്ള സെക്ഷുവാലിറ്റി അത് വെറും ഈ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു റിപ്പീറ്റേഷനായിട്ട് ആ എക്സ്പെക്റ്റേഷനോടുകൂടി അവർ കാണാറുണ്ട്. സാർ ഇപ്പം വിവാഹ ജീവിതത്തിലെ പോലെ ഫോണിൻ്റെ ഒരു ഉപയോഗത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. അത് ഞാൻ അനക്ടോട്ടലി പറയുകയാണ്, ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. ഒന്നിച്ച് ഫോൺ കണ്ടിട്ട് ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു റിയാലിറ്റി തന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ എൻസർക്കിൾഡ് ആയിട്ടിരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പലരും അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ കൾച്ചർ ഇന്ന് ഗ്രൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അവരുടെ ബ്രെയിൻ അതാണ്. ഇപ്പം നമ്മൾ സെക്ഷുവാലിറ്റിയെ കുറിച്ച് കൂടുതൽ ഒന്നും അറിവില്ല, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ ഇത് അങ്കിത പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് പല കുട്ടികളും സെക്സിനെ കുറിച്ച്, പ്രത്യേകിച്ച് ടീനേജേഴ്സ്, സെക്സിനെ കുറിച്ച് കൂടുതൽ അവർക്കറിയാനായിട്ട് അവർ ഈ പോണോഗ്രഫി കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ പിക്ചേഴ്സും ആ ആക്ഷൻസും സെക്സിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള അവരുടെ എല്ലാ ആശയങ്ങളെയും ചിന്തകളെയും രൂപപ്പെടുത്താനായിട്ട് അവർ ഉപയോഗിക്കുന്നത് അതാണ് എന്ന് റിസർച്ച് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരത് ഒതൻറ്റിക്കായിട്ട് കരുതുകയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്, അവർ വളർന്നു കഴിഞ്ഞ് അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മനസ്സിൽ സെക്സിനെ കുറിച്ചും സെക്ഷൽ ആക്ടിവിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള സങ്കല്പങ്ങളും ഒക്കെയുള്ള യാഥാർത്ഥ്യങ്ങളും ഇതാണ്. അപ്പോൾ അത് ഒരു വലിയ ഡേഞ്ചറാണ്. അവർ ഒരു പക്ഷേ അതുപോലെയാണ്. അവർ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയുന്നു, വി ഹാവ് എ ഡിക്ഷണറി അല്ലെ വി ഹാവ് എ എൻസൈക്ലോപീഡിയ. നമുക്ക് അവിടെ പോയി എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ, എങ്ങനെയാണ് ലവ് മേക്കിംഗ്, ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് പലരും അൺഫോർച്ചുനേറ്റ്ലി അവർ ഫോൺ കണ്ടുകൊണ്ട് വിവാഹത്തിന് ശേഷം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷേ എങ്കിൽ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് രണ്ടുപേരും ഒരുപോലെയല്ല, മിക്കവാറും ഏതെങ്കിലും ഒരു പാർട്ട്ണറായിരിക്കും കൂടുതൽ ഈ പോണോഗ്രഫിക്ക് അടിമപ്പെട്ട്. അവിടെയാണ് കൂടുതൽ ആഴമായിട്ടുള്ള പ്രശ്നങ്ങൾ. മറ്റേതും പ്രശ്നങ്ങളാണ്. അവരെ ദൈവം മനോഹരമായി തന്നിരിക്കുന്ന ദാനത്തെ അവർ പിശാചിൻ്റെ വലിയൊരു ഒരു വേദിയാക്കി അവരുടെ സെക്ഷൽ യൂണിയനെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഗ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും 2-ാം ലേഖനത്തിലും ഒക്കെ കൂടുതൽ ഈ ശരീരത്തെക്കുറിച്ചും ഈ സെക്ഷുവാലിറ്റിയുടെ പവിത്രതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. അപ്പം ഈ പോണോഗ്രഫി തന്നെ ഒരാൾക്ക് കുറെ കഴിയുമ്പം ബോറായിപ്പോകും. അപ്പം നമ്മൾ ചിന്തിക്കരുത് ഫോൺ കാണുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിൽ തന്നെ നിൽക്കില്ല, അവർക്ക് വിരസമായി തോന്നും. അതുപോലെ തന്നെ അയാളുടെ സാങ്കല്പിക ലോകം അയാൾക്ക് ചുറ്റുമുള്ളത്, അതുപോലെ തന്നെ യഥാർത്ഥ ലോകം, ഇത് രണ്ടും എപ്പോഴും മാച്ച് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അതിന് വേണ്ടതായ രീതിയിലുള്ള ഒരു വികാരമോ ചിലപ്പം വളരെ എംറ്റിനെസ് ആയിരിക്കും തോന്നുന്നത്, ശൂന്യതയായിരിക്കും തോന്നുന്നത്. അങ്ങനെയാണ് ഇവർ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ, അങ്കിത പറഞ്ഞതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ തകർന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫോണിന് അടിമപ്പെട്ട് ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ പോലും ജോലി എന്നുള്ള വ്യാജേന പലരും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു ജീവിത പങ്കാളി അവർ ഫോൺ കണ്ട് അവരുടെ ആ ജീവിതത്തിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആസ്വദിക്കാനായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപാകതകൾ. അപ്പോൾ ജീവിത പങ്കാളിയെ ശരിക്കും സ്നേഹിക്കാനുള്ള കഴിവിനെ അത് ഇല്ലാതാക്കുക. ഇറ്റ് കിൽസ് ദ ഫാമിലി. വിവാഹം, അപ്പം കുടുംബത്തെയും വിവാഹത്തെയും ഒക്കെ തകർക്കാനായിട്ട് നമ്മുടെ കുടുംബം എന്ന സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു അറ്റാക്കാണ്, ഒരു ആക്രമണമാണ് നമുക്ക് പോണോഗ്രഫി. ഇനി റിസർച്ച് വെളിച്ചത്തിൽ പറയുന്നത്, ഫോൺ
അഡിക്ഷൻ ആയവരിൽ 40% ആളുകളും അവരുടെ പങ്കാളികൾ അവരെ വിട്ടുപോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് ലോകത്തിൽ പൊതുവെയുള്ള ഒരു കണക്കാണ് പറയുന്നത്, പർട്ടിക്കുലർ ഒരു രാജ്യത്തിൻ്റെ കാര്യമല്ല. അതുപോലെ തന്നെ 58%ലധികം ആളുകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ, ഈ വിവാഹത്തിന് ശേഷം അവരുടെ ഫാമിലി സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ ഫോണിൻ്റെ അടിമത്തത്തിന് വിധേയമായതിൻ്റെ ഫലമായിട്ടാണെന്നാണ് റിസർച്ച് പറയുന്നത്. അപ്പം ഈ ഫോണിന് അടിമപ്പെട്ടവരിൽ 1/3, 1/3 ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ഇതെല്ലാം സർവേകൾ നമുക്ക് തരുന്ന സ്റ്റാറ്റിസ്റ്റിക്സാണ്. അതുപോലെ ഇത് കണ്ടു തുടങ്ങിയാൽ പിന്നെ ഒരു എൻഡ്ലെസ് ഒരു ക്രേവിംഗ് ആണ് ഇതിന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ദേ നീഡ് ഹെൽപ്പ്. ഇതൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ നമ്മൾ അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരിക്കൽ അത് ഫോൺ കണ്ടു തുടങ്ങിയാൽ വീണ്ടും കാണാൻ അത് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം, ഡോപ്പമൈൻ, ഇതൊക്കെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ഫോൺ ശീലമായി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അത് നമ്മളെ ട്രിഗർ ചെയ്യാൻ. ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കായിരിക്കും, പെട്ടെന്ന് നമ്മൾ ട്രിഗറാകും നമ്മൾ ഇതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ തന്നെ അവർക്ക് ഫോൺ കാണണമെന്നുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആഗ്രഹം അവരിൽ ഉദിക്കുക. പലരും അവരുടെ എക്സ്പീരിയൻസസ് പറഞ്ഞിരിക്കുന്നത്, അവർ 1 മാസം പിടിച്ചു നിന്നു, 2 മാസം പിടിച്ചു നിന്നു, വീണ്ടും അവർ അതിലേക്ക് തന്നെ തിരിഞ്ഞു പോവുക. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ അവർ അങ്ങ് ട്രിഗേർഡ് ആകുക. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ കിട്ടിരിക്കുന്ന, അതായത് നമ്മുടെ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയും, ഇതെല്ലാം അവിടെ ഇതിങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് എല്ലാ ഇമേജസും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പോണോഗ്രഫിയെ കുറിച്ച് ഡോക്ടർ നോർമൻ ഡോഷ്, അദ്ദേഹം ദ ബ്രെയിൻ ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സെൽഫ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പോണോഗ്രഫിയിൽ ബുദ്ധിപരമായി പാക്ക് ചെയ്ത പുതുമയുള്ള ലൈംഗികത അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ബിസിനസ്സാണ്. ഇത് മനുഷ്യനെ ഇന്നലെ വരെ അവർ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ കൂടുതൽ ആസക്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിന് ബില്യൺസ് ആൻഡ് ഡോളർ ഇതിനു വേണ്ടി തന്നെ ചെലവാക്കുന്ന ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ലോകത്തിലെ. അപ്പോൾ ഇവിടെ ഡോക്ടർ നോർമൻ പറയുന്നത്, നമ്മൾ ഒന്നുകിൽ നമുക്ക് ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ആ സംവിധാനം എന്ന് പറയുന്നത് നമുക്കൊരു എക്സൈറ്റിംഗ് പ്ലഷർ കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ബ്രെയിൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മളൊരു നല്ല കാര്യം കണ്ടു, നമുക്കതിന് ഒരു പ്ലഷർ കിട്ടും. നമ്മൾ ആഹാരം കഴിക്കുന്നു, നല്ല ടേസ്റ്റുള്ള ആഹാരം കഴിച്ചു, വി ഗെറ്റ് പ്ലഷർ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് കഴിക്കണമെന്ന് തോന്നുന്നത്. അപ്പം രണ്ടാമത്തേത് നമ്മുടെ ബ്രെയിനിൽ ഒരു സാറ്റിസ്ഫൈയിങ് പ്ലഷർ ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പ്ലഷർ ആയിരിക്കും, അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ തോന്നുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ തോന്നുന്നില്ല. രണ്ടാമത്തേത് അതിലൂടെ, ആ പ്രവൃത്തിയിലൂടെ നമുക്കൊരു സംതൃപ്തി കിട്ടും, ഒരു സാറ്റിസ്ഫൈയിങ് ഹാപ്പിനെസ്. അപ്പോൾ ഇത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ ഫോൺ ചെയ്യുന്നത് ഇതിനെ ട്രിഗർ ചെയ്യുക, എക്സൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഫോൺ ചെയ്യുന്നു. അപ്പോൾ അത്ര സൈക്കോളജിക്കലി ഡിസൈൻ ചെയ്തതാണ് ഈ ഫോൺ ഇൻഡസ്ട്രി. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ബ്രെയിനിൽ നടക്കും. എന്താണ്? നമ്മുടെ ബ്രെയിനിനെ അതൊന്ന് ട്രിഗർ ചെയ്യും, എക്സൈറ്റ് ചെയ്യും. ഇത് കാണുന്നുള്ള എക്സൈറ്റ്മെൻറ്റ്. പക്ഷെ ഒരിക്കലും സെക്കൻഡ് പാർട്ട് സംഭവിക്കുന്നില്ല, നമുക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒന്ന് കണ്ട ആളുകൾ ആ അടുത്തതിലേക്ക് പോകുന്നത്, വീണ്ടും കാണണം, പുതുമ തേടി പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നലെ കണ്ട രീതിയിലല്ല, ഇന്ന് വേറെ രീതിയിൽ കാണണം. ഇന്നലെ കണ്ടത് വളരെ മൈൽഡ് ആണെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് കാണണം. അപ്പോൾ ബ്രെയിൻ ഇത് നമ്മളെ ഇങ്ങനെ ട്രിഗർ ചെയ്ത് അത് നാച്ചുറലി ആ തരത്തിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പാക്കേജ്, ഇതിൻ്റെ ഓരോ
ഫോൺ വീഡിയോസിലും അല്ലെങ്കിൽ ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ നോർമൻ പറയുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഫോൺ കാണുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, സാറ് പറയുന്നത് പോലെ തന്നെ. കാരണം നമ്മൾ ജീവിക്കുന്ന കൾച്ചർ അതാണ്, നമ്മൾ വയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ സാധിക്കും, പുറത്ത് വന്നേ മതിയാകും. കാരണം ഫുൾഫില്ലിംഗ് ആയിട്ട് നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ, നല്ലൊരു സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെവൻലി സെയിൻറ്റ്ലി ലൈഫിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം തിന്മകളെ കോമ്പാറ്റ് ചെയ്തേ മതിയാകും. അതിനുവേണ്ടി നമ്മളിതിനെ മനസ്സിലാക്കുക, ഇതെന്തെന്ന് തിരിച്ചറിയണം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഫോണിൻ്റെ മറ്റ് ദൂഷ്യവശങ്ങളെക്കുറിച്ച്, അത് നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. കൂടുതൽ എപ്പിസോഡുകൾ ഇതേപ്പറ്റി ഉണ്ടാകും. അതുവരേക്കും കാത്തിരിക്കുക.